എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റിനോയ് ആറാനന്ദ്, പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പ്രായമായിട്ടുള്ളവർക്കോ കണ്ടുവരുന്ന ഒരു രോഗത്തെ പറ്റിയാണ്, പെരിഫറൽ വാസ്കുലർ ഡിസീസ്. അതിൻ്റെ അനുബന്ധമായിട്ട് കാലുകൾ മുറിച്ച് മാറ്റുക, അല്ലെങ്കിൽ വിരലുകൾ കരിഞ്ഞു പോയിട്ട് വിരലുകളോ പാദമോ മുറിച്ച് മാറ്റുന്ന ഒരു രോഗം, അതിനെ പറ്റിയാണ്. അത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അതിൻ്റെ എങ്ങനെ നേരത്തെ അറിയാം, എങ്ങനെ അത് ട്രീറ്റ് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. പ്രധാനമായും ഇത് ആർക്കാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് വളരെ സാധാരണമായി അൺകൺട്രോൾഡ് ഡയബറ്റീസ്, അതായത് ഷുഗർ കറക്റ്റായിട്ട് കൺട്രോൾ ആവാത്തവർക്ക്. രണ്ടാമത് പുകവലി വളരെ കൂടുതലുള്ളവർക്ക്. പുകവലി വളരെ കൂടുതലുള്ളവർക്ക് ചെറുപ്രായത്തിൽ തന്നെ ഈ അസുഖങ്ങൾ വരാം. അപ്പോൾ ഈ അസുഖങ്ങൾ വരുമ്പോൾ ആദ്യം എന്താണ് സംഭവിക്കുന്നത്, അതായത് നമ്മുടെ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ കൊഴുപ്പ് കട്ടകൾ വന്നിട്ട് രക്തക്കുഴലുകൾ ചുരുങ്ങി അടഞ്ഞു പോകാം. ഇത് ശരീരത്തിൽ എവിടെ വേണമെങ്കിലും നടക്കാം. തലച്ചോറിലാവാം, ഹൃദയത്തിലാവാം, കാലിലാവാം. അപ്പോൾ തലച്ചോറിലുണ്ടാവുമ്പോൾ ഇതിന് സ്ട്രോക്ക് എന്ന് പറയുന്നു, ഹൃദയത്തിലുണ്ടാകുമ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നു, കാലിലുണ്ടാകുമ്പോൾ അതിന് പെരിഫറൽ വാസ്കുലർ ഡിസീസ് അല്ലെങ്കിൽ അക്യൂട്ട് ലിംബ് ഇസ്കീമിയ, അങ്ങനെ പല രീതിയിൽ അത് പറയുന്നു. അതിൻ്റെ ഗ്രേഡിംഗ് അനുസരിച്ച് പെരിഫറൽ വാസ്കുലർ ഡിസീസ് അല്ലെങ്കിൽ അക്യൂട്ട് ലിംബ് ഇസ്കീമിയ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതിന് എന്താണ് രോഗലക്ഷണം? രോഗലക്ഷണങ്ങൾ തുടക്കത്തിൽ ഇപ്പോൾ ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ പ്രധാനമായിട്ടും കാണുന്നത് മുട്ടിന് താഴെയുള്ള രക്തക്കുഴലുകൾ, ബിലോനിയൻ ഡിസീസ്, മുട്ടിന് താഴെയുള്ള രക്തക്കുഴലുകളാണ് കൂടുതലായിട്ടും അടഞ്ഞു പോകുന്നത്. ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ മുട്ടിന് താഴെയുള്ള രക്തക്കുഴലുകളായിരിക്കും കൂടുതലായിട്ട് അടഞ്ഞു പോവുക. അവർക്ക് എങ്ങനെയാണെന്ന് രോഗം പുറത്ത് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാലിൽ ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാവുക, പെട്ടെന്ന് പഴുക്കുക, പഴുപ്പ് മാറാതിരിക്കുക, ആ പഴുപ്പ് ഉള്ളിലെ എല്ലുകൾക്കോ ദശകൾക്കോ ബാധിക്കുക, എന്നിട്ട് കുറേ ദശ അവിടെ നശിച്ചു പോവുക. ചില ആൾക്കാർക്ക് ചിലപ്പോൾ അവിടെ അണുബാധ കാരണം പ്രാണികളോ എല്ലാം വരാം. അപ്പോൾ അതിനെയാണ് ഡയബറ്റിക് ഫൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയബറ്റിക് ഫൂട്ട് നമ്മൾ വരാതിരിക്കാനുള്ള ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഡയബറ്റീസ് ശരിക്കും കൺട്രോൾ ആക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ് രക്തം അലിയിക്കുന്നതും കൊഴുപ്പിൻ്റെ മരുന്നുകളും കഴിക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. അത് മുടങ്ങാതെ കഴിക്കുക. അത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു എൻഡോക്രൈനോളജിസ്റ്റോ അല്ലെങ്കിൽ ഡയബറ്റോളജിസ്റ്റിനോ അടുത്ത് പോയി കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് നോക്കിക്കോളും. അപ്പോൾ ഇതാണ് അതിൽ ചെയ്യേണ്ടത്. പക്ഷേ എന്നാൽ പോലും സപ്പോസ് ചില ആൾക്കാർക്ക് നല്ല സ്ട്രിക്റ്റ് ഡയബറ്റീസ് കൺട്രോൾ ഉണ്ടെങ്കിൽ പോലും ചില ആൾക്കാർക്ക് ഈ കാലുകളിൽ മുറിവ് വരാം. ഇനി മുറിവ് വന്നു കഴിഞ്ഞാൽ പേടിക്കേണ്ട, അത് നമുക്ക് പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാം. എങ്ങനെയാണ് ചികിത്സിച്ച് ഭേദമാക്കുന്നത്? തുടക്കത്തിലെ സ്റ്റേജൊക്കെ ആണെങ്കിൽ ചെറിയ ഡ്രസ്സിങ്ങൊക്കെ ആദ്യം കൊടുത്തു നോക്കും. പക്ഷേ അതിനൊപ്പം തന്നെ നമ്മൾ കാലിലെ രക്തയോട്ടം എത്രത്തോളം ഉണ്ടെന്നൊന്ന് നോക്കണം. അപ്പോൾ അത് നോക്കുന്നതിന് പല ടെസ്റ്റുകളുണ്ട്. നമ്മൾ അൾട്രാസൗണ്ട് ആയിട്ടുള്ള ഡോപ്ലർ ടെസ്റ്റ്, അല്ലെങ്കിൽ CT ആൻജിയോഗ്രാം, അല്ലെങ്കിൽ MRI ആൻജിയോഗ്രാം, അല്ലെങ്കിൽ കത്തീറ്റർ ആൻജിയോഗ്രാം, DSA ആൻജിയോഗ്രാം എന്ന് പറയുന്ന പല ടെസ്റ്റുകളിലും നമുക്കിത് കാലിലെ രക്തയോട്ടം നോക്കാം. കാലിലെ രക്തയോട്ടം നോക്കി രക്തയോട്ടം കുറവാണെന്നുണ്ടെങ്കിൽ ആ മുറിവിലേക്ക് പോകുന്ന അവിടുത്തെ രക്തക്കുഴലുകൾ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി, ബലൂൺ ഉപയോഗിച്ചിട്ടോ സ്റ്റെൻറ്റ് ഉപയോഗിച്ചോ ഓപ്പൺ ചെയ്ത് രക്തയോട്ടം ശരിയാക്കിയാൽ രക്തം വന്നു തുടങ്ങിയാൽ മുറിവിന് ആവശ്യത്തിനുള്ള പോഷകം വരും. ആവശ്യത്തിനുള്ള പോഷകവും ഓക്സിജനും ഒക്കെ കിട്ടിത്തുടങ്ങിയാൽ ആ മുറിവ് പതുക്കെ ഉണങ്ങും. ഇതിൽ അണുബാധയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ ആ അണുബാധ ഉള്ള ഭാഗങ്ങൾ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യം വരും. സർജന്മാർ അത് കറക്റ്റായിട്ട് നോക്കി ആ അണുബാധ ഏറ്റവും കൂടുതലുള്ള എല്ലുകളോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ദശയോ ഉണ്ടെങ്കിൽ അവരത് ചുരണ്ടിക്കളയുകയോ കട്ട് ചെയ്തുകളയോ ചെയ്യേണ്ടി വരും. ബാക്കിയുള്ള ദശകൾ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് രക്തോട്ടം ശരിയാക്കി കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ പറ്റും. ഇതാണ് ഡയബറ്റീസ് ഉള്ളവർക്ക് സാധാരണ കാണുവരുന്ന ഡയബറ്റിക് ഫൂട്ട്. ഇനി ഇതേപോലെ തന്നെ സ്മോക്കിംഗ്, പുകവലി നല്ലോണം ഉള്ളവർക്കും ഇത് വരാം. പുകവലി കൂടുതലുള്ളവർക്കും ഇതുപോലെ മുട്ടിന് താഴെ അടയാം, മുട്ടിന് മുകളിലും അടയാം, വയറ്റിൻ്റെ ഉള്ളിലെ രക്തക്കുഴലുകൾ എല്ലാം അടയാം. അതിന് പ്രത്യേകിച്ച് പ്രായമാവണമെന്നില്ല. ചെറുപ്രായത്തിൽ തന്നെ നല്ല സ്മോക്കിംഗ് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർക്കത് അടയാം. അപ്പോൾ അവർക്ക് ഇതെങ്ങനെയാണ് പുറത്ത് കാണിക്കുക, രോഗലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും സ്മോക്കിംഗ് ഉള്ളവർക്ക്? അവർക്ക് ഫസ്റ്റ് തുടങ്ങുന്നത് ആദ്യം ഈ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ കൊഴുപ്പുകട്ട വരുമ്പോൾ, പ്രത്യേകിച്ച് തുടയിലെ രക്തക്കുഴലിലോ അല്ലെങ്കിൽ വയറ്റിൻ്റെ ഉള്ളിലെ രക്തക്കുഴലിലോ ഈ കൊഴുപ്പുകട്ട വരുമ്പോൾ ആവശ്യത്തിന് രക്തയോട്ടം നമ്മുടെ കാലിലെ മസിലുകൾക്ക് കിട്ടില്ല. പ്രത്യേകിച്ചും നമ്മൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഓടുമ്പോഴോ അപ്പോൾ ആ സമയത്ത് രക്തയോട്ടം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കാലിൽ ഒരു വേദന ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു എൻജിൻ പ്രവർത്തിക്കുമ്പോൾ അതിനാവശ്യത്തിനുള്ള ഒരു ഫ്യൂവൽ കിട്ടാത്തൊരു അവസ്ഥയാണ് ഇത്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് കാല് വേദന ഉണ്ടാവും. കുറച്ച് ദൂരം നടക്കും, അപ്പോൾ വേദന ഉണ്ടാവും, അപ്പോൾ നിൽക്കുമ്പോൾ വേദന മാറും. അതിനെയാണ് ക്ലോഡിക്കേഷൻ പെയിൻ എന്ന് പറയുക. നടക്കുമ്പോൾ വേദന വരും, നിൽക്കുമ്പോൾ പെട്ടെന്ന് വേദന മാറും, പിന്നെയും കുറച്ച് ദൂരം നടക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജ്. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ദൂരം, അതായത് ഇപ്പം പണ്ട് 100 മീറ്റർ നടക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ പിന്നെ അത് 50 മീറ്ററും, പിന്നെ അത് ബാത്റൂമിൽ പോകുമ്പോൾ തന്നെ വേദന,
പിന്നത്തെ സ്റ്റേജ് ഉണങ്ങാത്ത മുറിവുകളോ അല്ലെങ്കിൽ കാലിലെ വിരലുകളോ പാദമോ മുഴുവനായിട്ട് കരിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിത് ആ കരിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ചികിത്സിച്ച് ഭേദമാക്കണം. ഈ നടക്കുമ്പോൾ തന്നെ കാല് വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ളൊരു ഡോക്ടറെ കാണിച്ച് ടെസ്റ്റുകൾ ചെയ്യുക. ചില ചെറിയ കണ്ടീഷൻസ്, ചെറിയ ബ്ലോക്കുകളോ ചെറിയ രീതിയിലുള്ള ചുരുക്കങ്ങളോ ആണെങ്കിൽ നമുക്ക് ഇനീഷ്യലി ഒന്ന് മരുന്നുകളൊക്കെ കൊടുത്ത് നോക്കും. പക്ഷേ വളരെ സങ്കീർണമായ ബ്ലോക്കുകളോ അല്ലെങ്കിൽ വളരെ സിവിയർ ആയിട്ടുള്ള ഡിസീസോ ആണെങ്കിൽ നമുക്ക് അതിനും ആൻജിയോഗ്രാം അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് അത് ശരിയാക്കേണ്ടി വരും. ചില കേസസിൽ നമ്മളത് ഓപ്പൺ സർജറിയും ചെയ്യും. സർജിക്കൽ ബൈപ്പാസ് എന്ന് പറയുന്ന ഓപ്പൺ സർജറിയും നമ്മളതിനെ ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ പോംവഴി. അപ്പോൾ ഇത് ഇല്ലാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്, പുകവലി ശീലം ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നിർത്തുക, മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കുക, ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുക, ഹൃദയ സംബന്ധമായ രോഗങ്ങളോ അതിൻ്റെ മരുന്നുകളോ കഴിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ അനുവാദം കൂടാതെ അത് നിർത്തരുത്, കറക്റ്റായിട്ട് കഴിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ പെരിഫറൽ വാസ്കുലാർ ഡിസീസ് എന്ന് പറയുന്ന ഒരു രോഗം. ഈ രോഗമാണ് നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കാല് മുറിച്ച് മാറ്റാൻ കാരണമാവുന്നത്. അപ്പോൾ നമുക്ക് ഈ പെരിഫറൽ വാസ്കുലാർ ഡിസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഏർലി ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചികിത്സിച്ച് ഭേദമാക്കാം. കാരണം നമ്മൾ കാലെന്ന് പറയുന്ന ഒരു രണ്ടാമത്തെ ഹൃദയം എന്നാണ് കൊളോക്കിയലായിട്ട് പറയുന്നത്. എന്തുകൊണ്ടാണ് രണ്ടാമത്തെ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാലുകളില്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യത്തിന് വ്യായാമം മിക്കവാറും ആൾക്കാർക്ക് കിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് വ്യായാമം ഇപ്പം നമ്മൾ നടക്കുന്നില്ലെങ്കിലോ ഓടുന്നില്ലെങ്കിലോ നമുക്ക് ആവശ്യത്തിന് വ്യായാമം കിട്ടാത്ത അവസ്ഥയിൽ ബാക്കിയുള്ള അവയവങ്ങൾ, പ്രത്യേകിച്ച് ഹൃദയം, അങ്ങനത്തെ ലങ്സ്, അങ്ങനത്തെ അവയവങ്ങളുടെ പ്രവർത്തനം താരതമ്യേന കുറയും. അപ്പോൾ അവിടെയുള്ള അസുഖങ്ങളൊക്കെ കൂടും. അതുപോലെ ഹാർട്ട്, അപ്പോൾ ശരിക്കും നടക്കാത്ത ഒരാളാണെങ്കിൽ അപ്പോൾ നമുക്കെന്താ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്, സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതാണ് കാലിന് രണ്ടാമത്തെ ഹൃദയം എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ പെരിഫറൽ വാസ്കുലാർ ഡിസീസ് ഉണ്ടെങ്കിൽ ഏർലി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആളുടെ കാലിന് മാത്രമല്ല ആളുടെ ആയുസ്സിനെയും കുറച്ച് കാലം കൂട്ടും. ഇനി ഇതിൻ്റെ തന്നെ വളരെ സിവിയർ ആയിട്ടുള്ളൊരു വേർഷനാണ് അക്യൂട്ട് ലിംബ് ഇസ്കീമിയ. അക്യൂട്ട് ലിംബ് ഇസ്കീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു രക്തക്കുഴൽ അടയാം. ഞാൻ ഈ പറഞ്ഞതെല്ലാം കാലക്രമേണ അടയുന്ന ഒരു പ്രക്രിയയാണ് പെരിഫറൽ വാസ്കുലാർ ഡിസീസ് അല്ലെങ്കിൽ ക്രോണിക് ക്രിട്ടിക്കൽ ലിംബ് ഇസ്കീമിയ എന്നെല്ലാം പറയുന്നത്. പക്ഷേ ഇതിൻ്റെ തന്നെ ഒരു വളരെ സിവിയർ ആയിട്ടുള്ള വേർഷനാണ് അക്യൂട്ട് ലിംബ് ഇസ്കീമിയ. അക്യൂട്ട് ലിംബ് ഇസ്കീമിയ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാലിലെ രക്തോട്ടം അടയുക, കാലിലെ ശുദ്ധരക്തക്കുഴലിൻ്റെ ഓട്ടം കുറയുക. അതെങ്ങനെയാണ് കുറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലോട്ടുകൾ വന്നിട്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർക്കും അവർക്ക് ചിലപ്പോൾ ഹാർട്ടിൽ ചിലപ്പോൾ ക്ലോട്ട് ഉണ്ടാവും. അത് ചിലപ്പോൾ പറന്ന് രക്തത്തിൻ്റെ ഒഴുക്കിൽ വന്ന് കാലിലെ രക്തക്കുഴലിൽ വന്ന് അടയാം. അതാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. പക്ഷേ ഇതല്ലാതെ തന്നെ ചെറുപ്രായക്കാർക്ക്, ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇൻജെക്റ്റബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് അബ്യൂസുകൾ, മാത്രമല്ല ചിലപ്പോൾ ഈ കഞ്ചാവ് പോലത്തെ അങ്ങനത്തെ വളരെ ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ അബ്യൂസ് ചെയ്യുന്നവർക്ക് രക്തം കട്ട പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ആ രക്തം കട്ട പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുമ്പോൾ അത് ഇതുപോലെ രക്തക്കട്ടകൾ ഉണ്ടാക്കി അത് കാലിലെയോ മറ്റ് ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെ രക്തക്കുഴലിൽ പോയി അടയാം. അപ്പോൾ ഏതെങ്കിലും ഒരു രക്തക്കുഴൽ, ശരീരത്തിലെ ഏതൊരു രക്തക്കുഴലും ഇതുപോലെ അടഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്ന രോഗലക്ഷണം നമുക്ക് കാല് വേദനയാണ്. അപ്പോൾ കാലിലേക്കുള്ള രക്തോട്ടം അടഞ്ഞു കഴിഞ്ഞാൽ കാല് വേദന, കൈക്കുള്ള അടഞ്ഞു കഴിഞ്ഞാൽ കൈ വേദന, നെഞ്ചിലേക്കുള്ള ഹൃദയത്തിലേക്കുള്ള ഇത് അടഞ്ഞു കഴിഞ്ഞാൽ ചെസ്റ്റ് പെയിൻ. അപ്പോൾ കാലിൽ ഇതുപോലെ അടയുമ്പോൾ അതിനെയാണ് നമ്മൾ ലെഗ് അറ്റാക്ക് എന്ന് കൊളോക്കിയലായിട്ട് പറയുന്നത്. അപ്പോൾ ലെഗ് അറ്റാക്കിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാലിന് തീരെ രക്തോട്ടം കിട്ടുന്നില്ല. ബാക്കിയുള്ള പെരിഫറൽ വാസ്കുലാർ ഡിസീസ് അല്ലെങ്കിൽ ക്രോണിക് ലിംബ് ഇസ്കീമിയയിൽ ചെറിയ നൂല് പോലത്തെ രക്തോട്ടം കുറച്ചെങ്കിലും വരും. പക്ഷേ ഈ അക്യൂട്ട് ലിംബ് ഇസ്കീമിയയിൽ അതുപോലും ഉണ്ടാവില്ല. അപ്പോൾ അതില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഏതാനും മണിക്കൂറുകളോ അല്ലെങ്കിൽ ദിവസങ്ങളോ ഉള്ളിൽ കാല് കംപ്ലീറ്റ് ആയിട്ട്, കാലിലെ മസിലുകൾ മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് കരിഞ്ഞ് നശിക്കാനുള്ള സാധ്യതയുണ്ട്. ഇറിവേഴ്സിബിളായിട്ട്, അതായത് തിരിച്ച് കിട്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ചിലപ്പോൾ പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട്. അതാണ് അക്യൂട്ട് ലിംബ് ഇസ്കീമിയയുടെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു ഘടകം. അപ്പോൾ ഇങ്ങനെ കാലിലെ മസിലുകൾ പെട്ടെന്ന് നശിച്ചു കഴിഞ്ഞാൽ ആ മസിലിൽ നശിക്കുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽസ് അത് നമ്മുടെ ബ്ലഡിൽ അലിയും. അത് ശരീരത്തിലെ പല ഓർഗൻസ് വഴിയാണ് പുറത്തേക്ക് പോകുന്നത്. എസ്പെഷ്യലി കരൾ, കിഡ്നി, അങ്ങനെ പല ഓർഗൻസ്. ഈ ഓർഗൻസിലെല്ലാം ഈ കെമിക്കൽസ് പോയി അടിഞ്ഞുകൂടി അതിൻ്റെ പ്രവർത്തനം കുറയും. അപ്പോൾ കരളുടെ പ്രവർത്തനം സാധാരണ ഏറ്റവും കൂടുതൽ കാണുന്ന കിഡ്നിയുടെ പ്രവർത്തനം പെട്ടെന്ന് നശിക്കുക. അങ്ങനെ പേഷ്യൻറ്റിന് ചിലപ്പോൾ ഡയാലിസിസ് വേണ്ടി വരാം. ചില ആൾക്കാർക്ക് മരണം വരെ സംഭവിക്കാം. അതാണ് അക്യൂട്ട് ലിംബ് ഇസ്കീമിയയുടെ ഏറ്റവും ഭയാനകമായ വശം. അപ്പോൾ ചെറുപ്രായക്കാർക്ക് വരെ ഇത് സംഭവിക്കാം. അപ്പോൾ അതിന് പ്രിവെൻറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൃദയ സംബന്ധമായിട്ട് ഓൾറെഡി വാൽവിന് പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ മരുന്നുകൾ കഴിക്കുക. വാൽവിന് എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്ത ആൾക്കാരാണെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ മരുന്ന് കഴിക്കുക. മറ്റ് സബ്സ്റ്റൻസ് അബ്യൂസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നിർത്തുക. ആവശ്യത്തിന് എപ്പോഴും ഹൈഡ്രേഷൻ, വെള്ളം ആവശ്യത്തിന് ശരീരത്തിൽ വേണം.
വെള്ളം ആവശ്യത്തിന് കുടിക്കുക. ഡീഹൈഡ്രേറ്റഡ് ആകുമ്പോൾ ഇതുപോലെ രക്തക്കെട്ടുകൾ ഫോം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇനി ചില ആൾക്കാർക്ക് ചിലപ്പോൾ ജെനറ്റിക്കായിട്ട്, അതായത് പാരമ്പര്യമായിട്ട് ഇതുപോലെ രക്തക്കെട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അവർക്കും ലൈഫ് ലോങ് രക്തം അലിയിക്കുന്ന മരുന്ന് ചെറിയ ഡോസിൽ കഴിക്കേണ്ടി വരും. അവരും തുടർച്ചയായിട്ട് ആ മരുന്ന് കഴിക്കുക, അത് സ്വയം നിർത്താതിരിക്കുക. അക്യൂട്ട് ലിംബ് ഇസ്കീമിയ വന്നാൽ എങ്ങനെ ചികിത്സിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ സർജറി ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പൺ സർജറി ഇല്ലാതെ ഇൻ്റർവെൻഷൻ റേഡിയോളജി മെത്തേഡ്സിൽ കൂടെ ചെയ്യാം. അതിനെയാണ് നമ്മൾ കാത്തീറ്റർ ഡയറക്റ്റഡ് ത്രോംബോലൈസിസ് അല്ലെങ്കിൽ സക്ഷൻ ത്രോംബക്ടമി, അങ്ങനെ പല പല നൂതന സംവിധാനങ്ങളുണ്ട്. അതിന് പല പല നൂതന മെഷീനുകൾ വരുന്നുണ്ട്. വലിയ കീറലൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ചെറിയൊരു സൂചി ഇട്ട്, ചെറിയ ട്യൂബുകളിട്ട് നമ്മൾ ഹൃദയത്തിൻ്റെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെ തന്നെ കാലിലെ വലിയ രക്തക്കൊഴലുകളിലുള്ള ക്ലോട്ട് മുഴുവൻ സക്ക് ചെയ്തെടുത്ത് കാലിലെ രക്തയോട്ടം വീണ്ടും ശരിയാക്കുന്ന പല പുതിയ ട്രീറ്റ്മെൻറ്റുകളും ഇൻ്റർവെൻഷൻ റേഡിയോളജിയിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാലുവേദന എന്തെങ്കിലും പെട്ടെന്ന് അനുഭവപ്പെടുന്നതാണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം കാലിലെ ടെമ്പറേച്ചർ നോക്കുക. അക്യൂട്ട് ലിംബ് ഇസ്കീമിൽ കാലുവേദന വരുന്നതിനൊപ്പം തന്നെ കാല് തണുക്കും. അപ്പോൾ രണ്ട് കാലിലും തമ്മിലുള്ള ടെമ്പറേച്ചർ കയ്യിൻ്റെ ഈ ഒരു വശം വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. രണ്ട് കാലും കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു വശം മറ്റേ വശത്തിനെക്കാട്ടിലും നല്ല തണുപ്പുണ്ട്, വേദനയുള്ള വശത്ത് നല്ല തണുപ്പ് കൂടുതലാണെങ്കിൽ രക്തയോട്ടം അങ്ങോട്ട്, ശുദ്ധ രക്തയോട്ടം അങ്ങോട്ട് കുറവാണെന്നാണ് അതിനർത്ഥം. പിന്നെ നിങ്ങൾ വേഗം ഒരു ഫെസിലിറ്റി ഉള്ള ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോവുക. അവിടെ നിന്ന് അവർ നേരത്തെ പറഞ്ഞ ഡോപ്ലർ ടെസ്റ്റോ അല്ലെങ്കിൽ MRIയോ CTയോ ചെയ്തിട്ട് അത് ഡയഗ്നോസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. അക്യൂട്ട് ലിംബ് ഇസ്കീമിന് ഒന്ന്, അതിശക്തമായ കാലുവേദന, നടക്കാൻ പോലും പറ്റാത്ത ചില രീതിയിലുള്ള കാലുവേദനകൾ. പിന്നെ കാല് തണുത്തിരിക്കുക, കാല് മരവിച്ചിരിക്കുക, അതായത് തണുത്ത് മരവിക്കുക മാത്രമല്ല, കാല് തൊട്ടാൽ അറിയില്ല. കാലിൽ നമ്മൾ ആരെങ്കിലും ഒരാൾ തൊട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ തൊടുന്നത് ചിലപ്പോൾ രോഗിക്ക് അറിയുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അറിയാതിരിക്കുകയല്ല, അതൊന്ന് ചെറുതായിട്ടൊന്ന് കുറയുക. മറ്റേ കാലിനെ അപേക്ഷിച്ച് ഈ കാല് കുറച്ച് അറിയുന്നില്ല എന്നുള്ളൊരു തോന്നൽ. പിന്നൊന്ന്, കാലുകളിലെ മസിലുകളുടെ പ്രവർത്തനം കുറയുക, എസ്പെഷ്യലി നമ്മുടെ ആങ്കിളിലെയും അതുപോലെ കാലിലെ വിരലുകളുടെയും പ്രവർത്തനം കുറച്ചൊന്ന് കുറയുക. ഇനി അത് ചലിക്കുമ്പോൾ തന്നെ നല്ല വേദന ഉണ്ടാവുക. ഇതെല്ലാമാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ. ഇനി ഇത് കുറച്ചും കൂടി സിവിയർ ആകുമ്പോൾ ചിലപ്പോൾ 1-2 ദിവസം കഴിയുമ്പോൾ അവിടെ നിറവ്യത്യാസം വരാം. നിറവ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിലെ രക്തയോട്ടം ഇല്ലാതെ അവിടെ നീലിച്ചോ അല്ലെങ്കിൽ കറുപ്പോ തുടങ്ങും. കറുപ്പ് കണ്ടു കഴിഞ്ഞാൽ അത് ഗാംഗ്രീൻ ആയി എന്നർത്ഥം, കരിഞ്ഞു തുടങ്ങി എന്നാണ് അർത്ഥം. ഇനി വിരലുകൾ സപ്പോസ് കരിഞ്ഞു തുടങ്ങിയെങ്കിലും നമ്മൾ പേടിക്കേണ്ട, പെട്ടെന്ന് എത്തിയാൽ നമുക്ക് ആ കരിഞ്ഞു പോകുന്നതിൻ്റെ ഒരളവ് വരെ നമുക്ക് രക്തയോട്ടം വീണ്ടും ശരിയാക്കിയാൽ രക്ഷപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാമാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ഷുഗറുള്ളവരും സ്മോക്കിംഗ് സ്വഭാവമുള്ളവരും മറ്റ് ഹൃദയ സംബന്ധമായ രോഗങ്ങളും തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കുന്നവരും അത് എപ്പോഴും ശ്രദ്ധിക്കണം. ആവശ്യത്തിന് വെള്ളം കുടിക്കുക, മരുന്ന് സ്വയം നിർത്താതിരിക്കുക, പുകവലി എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിർത്തുക, മദ്യപാനം ഉണ്ടെങ്കിൽ അതും നിർത്തുക. ഇതാണ് ഇതിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം.